ഈ ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു മധുരയിൽ നാം കണ്ടത് മുരുക സംഗമവുമായി ബന്ധപ്പെട്ട്. ആ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ DMKക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ജനക്കൂട്ടം എങ്ങനെ അവിടെ എത്തി എന്നത് അവരെ ഞെട്ടിക്കുന്ന സംഭവമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു വേട്ടയാടലിന് DMK ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അത് അണ്ണാമലയെ ലക്ഷ്യമിട്ടാണല്ലോ ആ വേട്ടയാടൽ. തീർച്ചയായിട്ടും മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ഹിന്ദുത്വത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഹിന്ദുത്വത്തിൻ്റെ ഉണർവ്, ഹിന്ദുത്വത്തിൻ്റെ ഒരു ആവേശം ഒക്കെ തമിഴ്നാട്ടിൽ പ്രകടമാണ്. നമുക്കറിയാം, ഈ തമിഴ്നാട്, തമിഴ് ജനത, തമിഴ് മക്കൾ അവർ ഈ ആചാരാനുഷ്ഠാനങ്ങളിലും ഹൈന്ദവ വിശ്വാസങ്ങളിലും എന്താ പറയേണ്ട അതിൻ്റെ ആ സംസ്കാരത്തിലും അവർ എന്തുമാത്രം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. അമ്മൻ ആരാധന, ദേവി ആരാധന, അതുപോലെ ശൈവ ആരാധന, ഈ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്ന, ശൈവ അദ്വൈതം എന്ന് പറയുന്ന ഒരു കൾട്ട് തന്നെ, ഒരു സംസ്കാരം തന്നെ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന് പന്തലിച്ചതാണ്. അത് ഉത്തരേന്ത്യയിൽ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിലും അതുണ്ട്. പക്ഷേ ഈ ശൈവ അദ്വൈതം എന്ന് പറയുന്ന ഒരു വളരെ അതിനെ സംബന്ധിക്കുന്ന കൃത്യമായൊരു വലിയ സാഹിത്യം തന്നെ തമിഴിൽ ഉണ്ടായിട്ടുണ്ട്. തിരുക്കുറൽ പോലെയൊക്കെയുള്ള വളരെ ഫിലോസഫിക്കലായിട്ടുള്ള എന്താ പറയേണ്ട, ഈ തത്വശാസ്ത്രപരമായ, ദാർശനികമായ ഒരു സംസ്കാരം അത് തമിഴ്നാട്ടിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആചാര പദ്ധതിയാണ് ഈ മുരുക ഭക്തി അല്ലെങ്കിൽ മുരുക ആരാധന, സുബ്രഹ്മണ്യ ആരാധന ഒക്കെ. ഈ ശൈവ കുടുംബത്തിൽപ്പെട്ട ശിവൻ്റെ മകനാണ് സുബ്രഹ്മണ്യൻ എന്നാണ് വിശ്വാസം. ആ സുബ്രഹ്മണ്യനെ കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്, പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്. പഴനിയൊക്കെ നമുക്കറിയാവുന്നതാണ്. കോടിക്കണക്കിന് ഭക്തരാണ് അവിടെ വർഷാവർഷം തീർത്ഥാടനം നടത്തുന്നത്. നമ്മുടെ കേരളത്തിലെ ശബരിമല പോലെയൊക്കെ വളരെ പ്രസിദ്ധിപ്പെട്ട, രാജ്യത്തിനകത്തും പുറത്തും കേൾവിപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ പഴനി പോലെയുള്ള. അതിൽ ഈ തിരുപ്പുറക്കുണ്ട്രം എന്ന് പറയുന്ന മധുരയ്ക്കടുത്ത് അവിടെ അതൊരു വലിയ എന്താ പറയുക, മുരുക ഭക്തിയുടെ കേന്ദ്രമാണ്. അവിടെ ആണ് ഈ മധുരയ്ക്ക് സമീപം ഇവർ ഈ മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചത്. അത് സംഘടിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു മുന്നണിയാണ് അത് സംഘടിപ്പിച്ചത്. ആ ഹിന്ദു മുന്നണി നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ അണ്ണാമലൈ സംസ്ഥാന പ്രസിഡൻ്റായിട്ട്, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുമ്പ് അവിടെ ഈ പഴനി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, മുരുക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കുത്തിത്തിരിപ്പുകൾ ഈ DMK സർക്കാർ ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് വലിയ തോതിൽ ഈ യാത്ര, അന്ന് ഈ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന മുരുകൻ ആണ് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ആ മുരുകൻ്റെ നേതൃത്വത്തിൽ വലിയ യാത്ര അവിടെ വെച്ചു. അതിന് വലിയ സ്വീകാര്യത കിട്ടി. അതിനുശേഷമാണ് സർക്കാരിന് അവസാനം എടുത്ത തീരുമാനങ്ങളൊക്കെ പിൻവലിക്കേണ്ടി വന്നു. വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലായി. സ്റ്റാലിൻ വിചാരിച്ചു ഇത് അവിടെ തീരുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് BJP ഈ കുടം തുറന്ന് ഭൂതത്തെ പുറത്തു വിടുന്നത് പോലെ അണ്ണാമല എന്ന് പറയുന്ന ഒരു സിംഹത്തെ കൊണ്ടുവന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒത്ത നടുക്ക് പ്രതിഷ്ഠിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ അണ്ണാമലയുടെ ആ ഗർജനം, സിംഹഗർജനം ഈ DMKയുടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകൊത്തളങ്ങളെ തട്ടിയിളക്കുന്നതായിരുന്നു. അവരുടെ അടിത്തറ ഇളകിപ്പോയി. വെറും 1.5% വോട്ടുണ്ടായിരുന്ന BJPയാണ് ഒറ്റയ്ക്ക് 13.5% വോട്ടിലേക്ക് അണ്ണാമല എത്തിച്ചത്. ഇന്ന് BJP തമിഴ്നാട്ടിൽ നിഷേധിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ ശക്തിയാണ്. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വത്തിന് അവിടെ വലിയ ജനപ്രീതി ഉണ്ടായിക്കഴിഞ്ഞു. വലിയ തോതിൽ ജനങ്ങൾ അണ്ണാമലയെ എന്താ പറയുക, നെഞ്ചിലും ശിരസിലുമേറ്റി ആരാധിക്കുന്ന തമിഴ് ജനത ആരാധനാപ്രിയരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു താരാരാധന പോലെ ഈ അണ്ണാമലയെ ആത്മാവിൽ പ്രതിഷ്ഠിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കാണുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹിന്ദു മുന്നണി അവിടെ ഈ മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചു. ഈ മുരുകനുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തമിഴ്നാട്ടിലുണ്ട്. അതൊക്കെ വളരെ പ്രസിദ്ധവുമാണ്. അങ്ങനെ അവർ ഈ മുരുക ഭക്തരുടെ ഒരു സംഗമം സംഘടിപ്പിച്ചത് ഈ ഹിന്ദു മുന്നണിയുടെ സംസ്ഥാന പ്രസിഡന്റ് കാളീശ്വരം സുബ്രഹ്മണ്യകുമാറും അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ സെൽവകുമാറുമാണ് പ്രധാന സംഘാടകർ.
അവർ മാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും പേരുകൾ പറയാൻ സാധിക്കില്ല. ആ പരിപാടിയിലേക്കാണ് അണ്ണാമലയും, അതായത് മുൻ സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ അണ്ണാമലയും ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രനും പങ്കെടുക്കാനെത്തിയത്. ഈ പരിപാടിയിലെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയ സിനിമാ താരമാണ്, BJPയുടെ സമുന്നത നേതാവാണ്, സർവോപരി ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. ഹിന്ദുത്വത്തിന്റെ ഇടക്കാലത്തേനെ തിരുപ്പതിയുമായി ബന്ധപ്പെട്ടല്ലേ ലഡു വിവാദം, അതെ, വലിയ വിവാദത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് പവൻ കല്യാൺ. ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടനടി അതിൽ നടപടി എടുപ്പിക്കുകയും ചെയ്ത ഒരു നേതാവാണ്. എന്ന് മാത്രമല്ല, പ്രായച്ചിത്തം അതുമായി ബന്ധപ്പെട്ട അല്ല, അത് ഈ തമിഴ്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേരളം പോലെയല്ല, കുറച്ചുകൂടെ വ്യത്യസ്തരാണ്. അവർ ഈ സ്വയം സമർപ്പിച്ച് ഈ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് സ്വയം സമർപ്പിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു രീതിയാണ് അവരുടേത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ പവൻ കല്യാൺ അവിടെ വരികയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഹിന്ദുമതത്തെ, അദ്ദേഹത്തിൻ്റെ വളരെ നീണ്ട പ്രസംഗമാണ്, അതിൽ ഹിന്ദുമതത്തെ വിമർശിക്കുന്നത് അറേബ്യയിൽ വന്നെത്തിയ മതത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്നൊരു വരി അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്തെ, ഈ തിരുപ്പുറക്കുன்றത്തെ വലിയൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഒക്കെ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണിത്. അവിടെ അതിനെ സ്കന്ദർ കുന്നെന്നും പറഞ്ഞിട്ട് അത് പിടിച്ചെടുക്കാൻ ഈ മുസ്ലിം നേതാക്കൾ, ചില സംഘടനകളൊക്കെ ശ്രമിച്ചു. അതിപ്പോൾ നാം നോക്കി അറിയാം അല്ലേ, ഈ മുനമ്പ മുതൽ അതെ അങ്ങ് മധുര വരെ എല്ലാ പ്രദേശങ്ങളും വഖഫായി തീരെഴുതി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതെ, മാത്രമല്ല അവിടെ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ മുരുകക്ഷേത്രവും ഒരു ഗ്രാമവും വഖഫാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് രംഗത്ത് വന്നു. അതിൻ്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ വളരെ എന്താ പറയുക, ഒരു തെളിവോ അല്ലെങ്കിൽ ആധികാരികമായ രേഖകളോ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇത് വഖഫാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നൊരു കാഴ്ച, ഇതിനെ DMK സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനെതിരെ നടപടിയെടുക്കാനോ വിശദമായ അന്വേഷണത്തിനോ ഒന്നും അവർ തയ്യാറായില്ല. പകരം ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു വേട്ട നടത്താനാണ് DMK സർക്കാരിന് താല്പര്യം. സനാതനധർമ്മത്തെ കോവിഡിനേക്കാൾ വളരെ മോശപ്പെട്ട ഒരു വൈറസാണ് എന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിനെ പോലെയുള്ളവർ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ആ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഈ ഒരു വരി അവിടെ പറഞ്ഞതിനെതിരെ ഒരു വക്കീൽ കൊണ്ടൊരു കേസ് കൊടുത്തു. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചു, പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഈ കേസിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ ഈ പരാതി കോടതിയിൽ വന്ന ഉടനെ തന്നെ DMK സർക്കാർ അണ്ണാമലെ, നയിനാർ നാഗേന്ദ്രൻ, ഈ കാളീശ്വരം സുബ്രഹ്മണ്യ ഉമ, അതുപോലെ സെൽവകുമാർ, ഇവർക്കെതിരെ കേസെടുത്തു. പവൻ കല്യാണാണ് പ്രസംഗിച്ചത്, പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുള്ള ധൈര്യം DMK സർക്കാരിനില്ല. പിന്നീട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നമായി മാറും. പവൻ കല്യാൺ ഈ അവിടുത്തെ ഒരു ഹിന്ദു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്, ആന്ധ്രക്കാരുടെ കണ്ണിലുണ്ണിയാണ്, അദ്ദേഹം ചിരഞ്ജീവിയുടെ അനുജനാണ്, അവിടുത്തെ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100% വിജയം സ്വന്തമാക്കിയ ഒരു പാർട്ടിയാണ്. കാരണം അവർ മത്സരിച്ച എല്ലാ സീറ്റിലും, ലോക്സഭയിലും നിയമസഭയിലും വിജയിച്ച ഒരു പാർട്ടി. ഒന്ന് ഈ പാർട്ടിയും മറ്റൊന്ന് LJP-യുമാണ്. ലോക്സഭ അല്ലെ, ബീഹാറിലെ അവർ 7 സീറ്റ് മത്സരിച്ച് 7 വിജയിച്ചു. പക്ഷേ നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടെയാണ് ഇവർ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു സ്വാധീനമുള്ള ഒരു നേതാവാണ് ഈ പവൻ കല്യാൺ. അപ്പോൾ ആ പവൻ കല്യാണിനെതിരെ കേസെടുക്കാൻ DMKക്ക് സാധിക്കില്ല. പകരം ഇവർക്കെതിരെ കേസെടുത്തു. ഈ അണ്ണാമലയ്ക്കൊക്കെ എതിരെ കേസെടുത്താൽ എന്താണ്? അണ്ണാമല ഒരു IPS ഓഫീസറായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് നല്ല തിരിച്ചറിവുണ്ട്, നല്ല വിവേകമുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഇന്ന് അജണ്ട സെറ്റ് ചെയ്ത് ഗതി നിർണ്ണയിച്ച് വിടുന്നതിൽ അണ്ണാമലയ്ക്കുള്ള പങ്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് അണ്ണാമലയാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. DMKയും സ്റ്റാലിനും അതിൻ്റെ പുറകെ ഓടുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ അണ്ണാമലയ്ക്കുള്ള പങ്ക് എത്രയാണെന്ന് എല്ലാവർക്കും ഇന്ന് പകൽ പോലെ വ്യക്തമാണ്.
തമിഴ്നാട്ടിൽ അണ്ണാമലയെ നിഷേധിച്ചിട്ട് മുന്നോട്ട് പോകാൻ DMKക്കോ സ്റ്റാലിനോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനോ സാധിക്കില്ല. എന്തായാലും കേസെടുത്തു. അണ്ണാമല ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. കേസ് വരുമ്പോൾ അവർക്കറിയാം അതെങ്ങനെ നേരിടണം എന്ന്. അവരതനുസരിച്ച് നേരിടും. ഈ ഹിന്ദു മുന്നണി ഇന്നും ഇന്നലെയും അല്ല തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അരനൂറ്റാണ്ട് കാലത്തിലധികമായി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് ഹിന്ദു മുന്നണി. അവർക്ക് മുമ്പും അവർ ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പല സ്ഥലത്തും ജയിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. അത് അവർക്കറിയാം ഈ കേസ് എങ്ങനെ നേരിടണം. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒന്നായി ഈ മുരുക ഭക്ത സംഗമം മാറി എന്നുള്ളതാണ് DMKയെ ഏറ്റവും കൂടുതൽ ഇന്ന് ആശങ്കപ്പെടുത്തുന്നത്. അവർക്ക് ഇന്ന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം അധികാരം നഷ്ടപ്പെടും. അധികാരം നഷ്ടപ്പെട്ടാൽ ഈ കഴിഞ്ഞ 10 വർഷം നടത്തിയ മുഴുവൻ അഴിമതികളും പുറത്തു വരും. അത് കരുണാനിധി കുടുംബത്തിൻ്റെ തായ്വേരറുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതാണ് ഇപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്നത്, അവരെ ഭയപ്പെടുത്തുന്നത്. അതിനെതിരെയാണ്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഈ ഹിന്ദു മുന്നണി BJP നേതാക്കളെ ഒന്ന് ഭയപ്പെടുത്തി നോക്കാം എന്ന് പറഞ്ഞാണ് ഈ മുരുക ഭക്ത സംഗമത്തിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.